സർക്കാരിനെ കുറിച്ച് യൂത്തുകൾക്കിടയിൽ എന്താണ് അഭിപ്രായമെന്ന് നിങ്ങൾ കേൾക്കണ്ടേ? ഒരു ഓൺലൈൻ ചാനൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രതീകങ്ങളായ ജെൻസി തലമുറയോട് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എടുത്തതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ കേൾക്കേണ്ടതുണ്ട്. കാര്യം പുതിയ കാലത്തെ കുട്ടികളെ സംബന്ധിക്കുന്നിടത്തോളം അവർ ഒരു പരിധിവരെ പഴയ കാലഘട്ടത്തിന്റെ കെടുതികൾ പേറി നടക്കുന്ന പ്രതിപക്ഷത്തെ പോലെയല്ല. അധികാരത്തിന് വേണ്ടി എന്ത് കുപ്രചരണവും നടത്തി തെറ്റിദ്ധരിപ്പിക്കലുമല്ല അവരുടെ ചിന്താഗതി. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെക്കുറിച്ച് അവർക്ക് സ്വമേധയാ വസ്തുതകളെക്കുറിച്ച് തിരിച്ചറിയാൻ ഇന്ന് ChatGPT ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി ഉണ്ട്. അങ്ങനെ പല പ്ലാറ്റ്ഫോമിലൂടെയും ഇവർ പ്രചരിപ്പിക്കുന്ന കള്ളങ്ങളുടെ വസ്തുതകൾ അവർ തിരഞ്ഞ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. എന്നാൽ പഴയ തലമുറയിൽപ്പെട്ടവരെ മതവും വർഗീയതയും പച്ചക്കള്ളങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതിനപ്പുറം പുതിയ കാലത്തിന്റെ യുവത്വങ്ങൾക്ക് ഇടതുപക്ഷം ഒരു പ്രതീക്ഷയാണ്. കാര്യം അവരുടെ സ്വപ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഈ നാടിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ജീവിത വേഗത്തിനനുസരിച്ചുള്ള പല പല മാറ്റങ്ങൾ ഈ നാടിന് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഞങ്ങളല്ല, ഈ നാടിന്റെ യുവത്വങ്ങളാണ്. ആ ശബ്ദങ്ങൾ ഈ സമൂഹം കേൾക്കണം. കേരളത്തിന്റെ പ്രതിപക്ഷമായ കോൺഗ്രസിനെയും ലീഗിനെയും അധികാര കസേരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന മാപ്രകൾ മുക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും പുതിയ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഇതുപോലെ പുറത്തു വരും. ഞാൻ UP-യിലായിരുന്നു പഠിക്കാറുള്ളത്. ക്ലാസ് 12 വരെ. എഡ്യൂക്കേഷൻ കേരളത്തിലാണ് ബെറ്റർ UP-യെക്കാളും. കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല അഭിപ്രായമുള്ള സർക്കാർ. സിറ്റിയൊക്കെ 10 ഇയേഴ്സിന് മുന്നേ ഉള്ളതിനേക്കാളും നന്നായിട്ട് പുരോഗമിച്ചു. പ്രളയമായാലും പിന്നെ കൊറോണ ആയാലും അങ്ങനെയൊക്കെ കുറെ പ്രോബ്ലംസ് ആണല്ലോ. അതൊന്നും ആർക്കും കൂടുതൽ എഫക്റ്റ് ഇല്ലാണ്ട് അവര് നോക്കിയിട്ടുണ്ട് എന്നാണ്. നല്ല അഭിപ്രായമാണ്. കുറെ നല്ല നല്ല പദ്ധതികൾ നമ്മുടെ നാട്ടിലെല്ലാം കുറെ വികസനം വന്നിട്ടുണ്ട്. നല്ലൊരു അഭിപ്രായമാണ്. 10 വർഷം നല്ലൊരു വർഷമായിരുന്നു. പ്രത്യേകിച്ച് ആ പ്രളയത്തിന്റെ ടൈമിലും കോവിഡ് ടൈമിലൊക്കെ നല്ല ഇത് സഹകരിക്കുകയും കാര്യങ്ങളൊക്കെ. ഇനി അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് വിശ്വസിക്കുന്നു. സർക്കാർ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ലൈക്ക് അടുത്ത കഴിഞ്ഞ 10 കൊല്ലത്തെ വെച്ച് റോഡ്സ് എല്ലാം നൈസാണ്. ഡെവലപ്മെന്റ് ആയിട്ട് കുറെ കാര്യങ്ങളാണ്, കുറെ വികസനങ്ങളൊക്കെ ഇതിലൊക്കെ ഭയങ്കര കൊള്ളാം, അടിപൊളിയാണ്. നല്ല ഇതാണ്. നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. നല്ല സർക്കാരാണ് പിണറായി സർക്കാർ. അടുത്ത തവണ വരട്ടെ. നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. വളരെ നല്ല സർക്കാരാണ്. നിലവിൽ ഈ വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും കേരളത്തിൽ ഒന്നാമതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാരിന്റെ പരിശ്രമം വളരെ വലുതാണ്. കഴിഞ്ഞ 10 വർഷത്തോളം കേരള സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് കേരളം ഇന്ന് ബാക്കി സംസ്ഥാനങ്ങളിൽ മുന്നിൽ തലയുയർത്തിയത്. തെളിർമയുള്ള അഭിപ്രായങ്ങളുണ്ട്, അത് കുറഞ്ഞവയുമുണ്ട്. എന്നിരുന്നാലും അവർക്ക് ഭൂരിപക്ഷം പേർക്കും ഈ സർക്കാർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്വന്തം കണ്ണാലുള്ള കാഴ്ചയിലൂടെയും ചെവിയാലുള്ള കേൾവികളിലൂടെയും തിരിച്ചറിയാൻ പറ്റും. ഒപ്പം തന്നെ 10 വർഷത്തെ അനുഭവ സമ്പത്തും. പുതിയ കാലഘട്ടത്തിലെ ജെൻസി കുട്ടികൾക്ക് ഒരുപക്ഷെ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴേക്കും 10 വയസ്സായിരുന്നിരിക്കണം. ആ 10 വയസ്സ് തൊട്ട് ഈ 20 വയസ്സിലേക്ക് അവർ നടന്നെത്തുമ്പോൾ ഈ നാടിന് എന്ത് മാറ്റമുണ്ടായി എന്ന് ചോദിച്ചാൽ അവർക്ക് വളരെ പെട്ടെന്ന് പറയാൻ കഴിയും. ഇന്നലകളിൽ ഇവിടത്തെ അവസ്ഥ എന്താണ്, ഇന്ന് ഈ നാടിന് എന്തൊക്കെ മാറ്റമുണ്ട് എന്ന് അവരോട് ചോദിച്ചാൽ വളരെ കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് പറയും. അത് ആശുപത്രികളായിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ. കാര്യം ഇവിടങ്ങളിലെല്ലാം ഇവർ പോയിട്ടുള്ളവരാണ്. ഇന്നിപ്പോ അതിന്റെ മാറ്റങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, അങ്ങനെ സകല ഇടങ്ങളിലും വന്ന മാറ്റങ്ങളെ മതം കൊണ്ടും ജാതി കൊണ്ടും മറയ്ക്കപ്പെടാൻ ശ്രമിക്കുന്നിടത്ത് പുതിയ തലമുറയിലെ ചെറുപ്പങ്ങളുടെ ആ ചിന്താശേഷിയെ മറയ്ക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് ഈ പ്രതികരണങ്ങളെന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി സത്യങ്ങളെ സ്വയം പരിശോധിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യനെ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയും. പക്ഷേ നാളുകളുടെ പ്രതീകമായിട്ടുള്ള ഈ യുവതലമുറയെ നിങ്ങൾക്കൊരിക്കലും പറ്റിക്കാൻ കഴിയില്ല. അവരിലൂടെ യാഥാർത്ഥ്യങ്ങൾ താഴേക്കിടയിലെ മനുഷ്യരിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നേ.